ഹായ്. അപ്പോൾ നമ്മൾ മോഡ്യൂൾ 4ലേക്കാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. മോഡ്യൂൾ 4 എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിളായിട്ടുള്ളൊരു മോഡ്യൂളാണ്. ഒരു കാരണവശാലും നിങ്ങൾ വിട്ട് പഠിക്കാൻ പാടില്ലാത്തൊരു മോഡ്യൂളാണിത്. 5th 6th നന്നായിട്ട് പഠിക്കുക. 5th 6th പഠിക്കാൻ എളുപ്പമാണ്. കാരണം 5th 6th ഓപ്പറേഷണൽ ആംപ്ലിഫയർ വളരെ എളുപ്പമുള്ളൊരു ടോപ്പിക്കാണ്. ലിമിറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് അതിനകത്ത് നിന്ന് ചോദിക്കാനുള്ളൂ. പിന്നെ ആ 555ൻ്റെ മോണോസ്റ്റേബിൾ അസ്റ്റേബിൾ വർക്കിംഗ് ഒക്കെ പഠിച്ചു കഴിഞ്ഞാൽ നിർബന്ധമായിട്ട് അവിടെ നിന്ന് ഒരു ക്വസ്റ്റ്യൻ കിട്ടും. പിന്നെ ADC DAC പറ്റുന്നിടത്തോളം പഠിക്കുക. അത്രയും പഠിച്ചാൽ തന്നെ നമുക്ക് 5th and 6th മോഡ്യൂളിന് അത്യാവശ്യം കിട്ടും. പിന്നെ നമ്മൾ നിർബന്ധമായിട്ടും പഠിച്ചിരിക്കേണ്ട ഒരു ചാപ്റ്ററാണ് 4th മോഡ്യൂൾ. കാരണം വളരെ കുറച്ച് കണ്ടൻറ്റേ ഉള്ളൂ. സ്ഥിരമായിട്ട് ചോദിക്കുന്ന ഒരേപോലത്തെ ക്വസ്റ്റ്യൻസ് ആണ്. പഠിക്കാൻ എളുപ്പമാണ്. പെട്ടെന്ന് തന്നെ നമുക്ക് പഠിച്ചെടുക്കാനും നല്ല മാർക്ക് വാങ്ങിക്കാനും ആ ഒരു ടോപ്പിക്കിൽ നിന്ന് പറ്റും. അതുപോലത്തെ പിന്നെ വേറൊരു മോഡ്യൂൾ പറയുന്നത് സെക്കൻഡ് മോഡ്യൂളാണ് നമുക്ക് പറയാൻ പറ്റുന്നത്. അപ്പോൾ നമ്മൾ സെലക്ട് ചെയ്ത് പഠിക്കുന്ന പിള്ളേരാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് മോഡ്യൂൾ, ഫസ്റ്റ് മോഡ്യൂളിൽ ക്ലിപ്പിംഗ് ക്ലാമ്പിംഗ് ആണ് കുറച്ച് ബുദ്ധിമുട്ട് വരെ പഠിക്കാനായിട്ട്. അതൊഴിച്ചിട്ടുള്ള ബാക്കിയുള്ള കാര്യങ്ങൾ പഠിക്കുക. ചിലർക്ക് ക്ലിപ്പിംഗ് ക്ലാമ്പിംഗ് പെട്ടെന്ന് പഠിക്കാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ അവരത് പഠിക്കുക. സെക്കൻഡ് മോഡ്യൂൾ വളരെ എളുപ്പമാണ് പഠിച്ചു തീർക്കാനായിട്ട്. അതുപോലെ തന്നെ തേർഡ് മോഡ്യൂൾ കമ്പാരിറ്റീവ്ലി കുറച്ച് കൂടുതൽ കണ്ടൻറ്റും ഉണ്ട്. കുറച്ചൊരു എന്താ പറയുക, കുറച്ച് ശ്രദ്ധിച്ച് പഠിക്കേണ്ട കാര്യങ്ങൾ, കുറച്ചധികം കണ്ടൻറ്റ് ഉള്ള കാര്യങ്ങളായതുകൊണ്ട്. എന്നാൽ തന്നെയും അതിനകത്ത് റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചുകൊണ്ടിരിക്കുന്ന ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പോൾ അത് സെലക്ട് ചെയ്ത് പഠിക്കുക. അപ്പോൾ ഫസ്റ്റും തേർഡും മോഡ്യൂൾസ് വിടണം എന്നുള്ളതല്ല, അതിനകത്തുള്ള സെലക്ട് ചെയ്ത് പഠിക്കുക. സെക്കൻഡ് മോഡ്യൂളും ഫോർത്ത് മോഡ്യൂളും കംപ്ലീറ്റ് ആയിട്ട് പഠിക്കുക. 5th 6th ഈ പറഞ്ഞ പോലെ മാക്സിമം നന്നായിട്ട് പഠിക്കുക. അതിൽ നമുക്ക് ഇത്തിരിയെങ്കിലും പിന്നെ നമുക്ക് ഒന്ന് മാറ്റി വെച്ച് പഠിക്കാൻ പറ്റുന്നത് പിന്നെ ADC DAC പോർഷൻസാണ്. കുറച്ച് കണ്ടൻറ്റ് ഉള്ളതുകൊണ്ട്, അല്ലാണ്ട് ബുദ്ധിമുട്ടായിട്ടല്ല. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ നമ്മൾ നിർബന്ധമായിട്ടും പഠിച്ചു പോകേണ്ട ഒരു ടോപ്പിക്കാണ്, ഒരു മോഡ്യൂളാണ് 4th മോഡ്യൂൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനകത്ത് ഓസിലേറ്റേഴ്സിനെ കുറിച്ചാണ് പഠിക്കുന്നത്. അപ്പോൾ ബേസിക്കലി എന്താണ് ഓസിലേറ്റർ എന്നുള്ളതും 2-3 ടൈപ്പ് ഓസിലേറ്ററും പിന്നെ 2-3 ടൈപ്പിനകത്ത് സിനുസോഡൽ ഓസിലേറ്റേഴ്സും ഉണ്ട്, നോൺ സിനുസോഡൽ ഓസിലേറ്റേഴ്സും ഉണ്ട്. അപ്പോൾ നമുക്ക് എന്താണെന്ന് നോക്കാം. അപ്പോൾ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിനകത്തുള്ള ഷോർട്ട് ആൻസർ ക്വസ്റ്റ്യൻസും എസ്സേ ക്വസ്റ്റ്യൻസും ഞാനിവിടെ ഇട്ടിട്ടുണ്ട്. അത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എല്ലാം കുറേ റിപ്പീറ്റഡ് ആണ്. അപ്പോൾ നമുക്ക് ഓസിലേറ്റേഴ്സിനെ പറ്റി ബേസിക്കായിട്ട് പറയുകയാണെങ്കിൽ ഓസിലേറ്റേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സിഗ്നൽ ജനറേറ്റേഴ്സ് ആണ്. ഓക്കെ, ദേ വിൽ ജനറേറ്റ് സിഗ്നൽ വിതൗട്ട് എനി ഇൻപുട്ട് സിഗ്നൽ. We have to provide only DC supply so as to work the circuit എപ്പോഴും വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മളൊരു വോൾട്ടേജ് സപ്ലൈ കൊടുത്തിരിക്കണം അതിൻ്റെ കമ്പണൻസിനെ, അതിൻ്റെ വർക്കിംഗ് എൻവയോൺമെൻറ്റ് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഓൺലി ദാറ്റ് DC സപ്ലൈ ഈസ് ഇനഫ് ടു ജനറേറ്റ് ദ സിഗ്നൽസ്. സോ സിഗ്നൽ ജനറേറ്റേഴ്സ് ആണ്. അതിനെ പല രീതിയിൽ ക്ലാസിഫൈ ചെയ്യാറുണ്ട്. ബേസ്ഡ് ഓൺ പ്രിൻസിപ്പിൾസ് നമ്മളതിനെ ഫീഡ്ബാക്ക് ഓസിലേറ്റേഴ്സ് എന്നും റിലാക്സേഷൻ ഓസിലേറ്റേഴ്സ് എന്നും പറയാറുണ്ട്. ഇൻ ഫീഡ്ബാക്ക് ഓസിലേറ്റേഴ്സ് ദർ വിൽ ബി എ ഫീഡ്ബാക്ക് പാത്ത്. ഓക്കെ, ഒരു ഫീഡ്ബാക്ക് പാത്ത് ഉണ്ടായിരിക്കും, ഒരു ഫീഡ്ബാക്ക് സർക്യൂട്ട് ഉണ്ടായിരിക്കും. ഇറ്റ് വിൽ ഹാവ് എ സെപ്പറേറ്റ് ഗെയിൻ ഓൾസോ, ഫീഡ്ബാക്ക് ഗെയിൻ ഓൾസോ വിൽ ബി ദെയർ. ഇൻ റിലാക്സേഷൻ ഓസിലേറ്റർ ഇറ്റ് വിൽ ബി യൂട്ടിലൈസിങ് ദ നെഗറ്റീവ് റെസിസ്റ്റൻസ് റീജിയൻ ഓഫ് എ പെർട്ടിക്കുലർ കമ്പണൻറ്റ്. ഫോർ എക്സാമ്പിൾ UJT റിലാക്സേഷൻ ഓസിലേറ്റർ, അതിനകത്തൊക്കെ ഒരു നെഗറ്റീവ് റെസിസ്റ്റൻസ് റീജിയൻ ഉണ്ട്. ടണൽ ഡയോഡിനകത്ത് ഒക്കെയുള്ളൊരു നെഗറ്റീവ് റെസിസ്റ്റൻസ് റീജിയൻ വെച്ചിട്ട് നമ്മൾ ആ റീജിയനെ യൂട്ടിലൈസ് ചെയ്തിട്ട് ഓസിലേഷൻസ് ജനറേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതാണ് ബേസ്ഡ് ഓൺ പ്രിൻസിപ്പിൾസ് ഓഫ് ഓപ്പറേഷൻ. ഇനി ബേസ്ഡ് ഓൺ ടൈപ്പ് ഓഫ് വേവ് ഫോംസ് നോക്കുകയാണെങ്കിൽ ജനറേറ്റ് ചെയ്യുന്നത് സിനുസോഡൽ വേവ് ഫോംസ്, സൈൻ വേവ്സ് ജനറേറ്റ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ സ്ക്വയർ വേവ്സോ ട്രയാങ്കുലർ വേവ്സോ ഒക്കെ ജനറേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ ജനറലായിട്ട് സിനുസോഡൽ നിന്നും നോൺ സിനുസോഡൽ നിന്നും രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ആൻഡ് ബേസ്ഡ് ഓൺ ദ ടൈപ്പ് ഓഫ് ഫീഡ്ബാക്ക്, ഇൻ ഫീഡ്ബാക്ക് ടൈപ്പ് ഓഫ് ഓസിലേറ്റേഴ്സ് ബേസ്ഡ് ഓൺ ദ ടൈപ്പ് ഓഫ് ഫീഡ്ബാക്സ്, അത് RC ഫീഡ്ബാക്ക് ആവാം, LC ഫീഡ്ബാക്ക് ആവാം, ദാറ്റ് മീൻസ് റെസിസ്റ്റർ കപ്പാസിറ്റർ ഫീഡ്ബാക്സ് ആവാം, അല്ലെങ്കിൽ ഇൻഡക്ടർ കപ്പാസിറ്റർ ഫീഡ്ബാക്ക് ആവാം. സോ അക്കോർഡിംഗ് ടു ദാറ്റ് ഇറ്റ് ഈസ് അഗെയിൻ ഡിവൈഡഡ് ഇൻ ടു RC LC. ഇത് പ്രത്യേകിച്ച് പറയാൻ കാരണം നമ്മുടെ ഈ മോഡ്യൂളിൽ പഠിക്കാനുള്ള സിനുസോഡൽ ഓസിലേറ്റേഴ്സിനകത്ത് നമുക്ക് പഠിക്കാനുള്ളത് ഈ പറഞ്ഞ RC LC ഓസിലേറ്റേഴ്സാണ് പഠിക്കാനുള്ളത്. ഇനി ഫ്രീക്വൻസി ഓഫ് ഓപ്പറേഷൻ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ബേസ്ഡ് ഓൺ ദ ഫ്രീക്വൻസി വിച്ച് ദ ഓസിലേറ്റേഴ്സ് ജനറേറ്റിംഗ്. അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് ഓഡിയോ ഫ്രീക്വൻസി, റേഡിയോ ഫ്രീക്വൻസി, മൈക്രോവേവ് ഫ്രീക്വൻസി, വെരി ഹൈ ഫ്രീക്വൻസി, അങ്ങനത്തെ പല ഫ്രീക്വൻസി റേഞ്ചിലുള്ള ഓസിലേറ്റേഴ്സും നമുക്ക് ജനറേറ്റ് ചെയ്യാൻ പറ്റും. സോ ഫസ്റ്റ് ടോപ്പിക് എന്ന് പറഞ്ഞാൽ ബാർക്കോസ് ആൻഡ് ക്രൈറ്റീരിയ ആണ്. ദിസ് ഈസ് ദ ക്രൈറ്റീരിയ ഫോർ ജനറേറ്റിംഗ് എ ഫീഡ്ബാക്ക് ഓസിലേറ്റർ. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫീഡ്ബാക്ക് ഓസിലേറ്റർ, ഇവിടെ നിങ്ങൾക്ക് ഈ ഡയഗ്രാം കാണാം. ഫീഡ്ബാക്ക് ഓസിലേറ്റർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് കൺസിസ്റ്റ് ഓഫ് 2 പാർട്സ്. വൺ ഈസ് എൻ ആംപ്ലിഫയർ പാർട്ട് ആൻഡ് സെക്കൻഡ് വൺ ഈസ് എ ഫീഡ്ബാക്ക് പാർട്ട്. ആ A കാണിച്ചിരിക്കുന്നത് ഒരു ആംപ്ലിഫയർ ആണ്, ബീറ്റ കാണിച്ചിരിക്കുന്ന ഒരു ഫീഡ്ബാക്ക് ഗെയിൻ വരുന്ന ഒരു ഫീഡ്ബാക്ക് നെറ്റ്വർക്കാണ്. സോ നമ്മൾ ആക്ച്വലി ഇൻപുട്ടൊന്നും കൊടുക്കുന്നില്ല. Vin ഇവിടെ കാണിച്ചിട്ടുണ്ടെങ്കിലും
ആക്ച്വലി ഇൻപുട്ടൊന്നും കൊടുക്കുന്നില്ല. പകരം ഈ ആംപ്ലിഫയറിൻ്റെ ഇൻപുട്ടിൽ ഏതെങ്കിലും രീതിയിലുള്ള ഒരു സിഗ്നൽ, ഒരു കൈൻഡ് ഓഫ് നോയ്സ് ആയാലും മതി, വളരെ സെൻസിറ്റീവ് ആയിരിക്കും ഇത്. അപ്പോൾ ചെറിയൊരു സിഗ്നൽ ഏതെങ്കിലും രീതിയിലൊരു ഗ്ലിച്ച് ഉണ്ടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഇറ്റ് വിൽ ആംപ്ലിഫൈ ദ സിഗ്നൽ. ആ സിഗ്നലിനെ ആംപ്ലിഫൈ ചെയ്തു വരും. ആ ആംപ്ലിഫൈ ചെയ്ത സിഗ്നലിനെ ഈ ഫീഡ്ബാക്ക് നെറ്റ്വർക്കിലൂടെ കടത്തി വിടുന്ന സമയത്ത് എന്ത് സംഭവിക്കും? ഈ ഫീഡ്ബാക്ക് ആ സിഗ്നലിനെ വീണ്ടും റിഫൈൻ ചെയ്യും. ആ റിഫൈൻ ചെയ്ത സിഗ്നൽ വീണ്ടും ആംപ്ലിഫയറിൻ്റെ ഇൻപുട്ടിലേക്ക് പോകും. സോ ഇതിങ്ങനെ റൊട്ടേഷനലി വർക്ക് ചെയ്ത് ഒരു പർട്ടിക്കുലർ പോയിൻ്റ് എത്തുന്ന സമയത്ത് സസ്റ്റെയിൻഡ് ആയിട്ടുള്ളൊരു ഓസിലേഷൻ, അതായത് സിനുസോയ്ഡൽ വേവ് ആയിട്ട് കിട്ടും. ആദ്യം ജനറേറ്റ് ചെയ്ത വേവ് ഏത് ഫോമിലാണെങ്കിലും ഇത് റൊട്ടേഷനലി കഴിയുന്ന സമയത്ത് ഒരു സൈനുസോയ്ഡൽ വേവ് ആയിട്ട് വരും. ഇറ്റ് ഈസ് കോൾഡ് സസ്റ്റൈൻഡ് ഓസിലേഷൻ. ആ സസ്റ്റൈൻഡ് ഓസിലേഷൻ ഉണ്ടാവാൻ വേണ്ടിയിട്ട് കുറച്ച് കണ്ടീഷൻസ് ഉണ്ട്. ആ കണ്ടീഷൻസിനെയാണ് നമ്മൾ ബാർക്കോസൺ ക്രൈറ്റീരിയ എന്ന് പറയുക. വിച്ച് ഇസ് ദ ലൂപ്പ് ഗെയിൻ of the circuit should be equal to 1. Loop gain means A into beta. അതായത് ആംപ്ലിഫിക്കേഷൻ്റെ വാല്യൂ എത്രയായിരിക്കുമോ അതിൻ്റെ പ്രൊപ്പോർഷണലി 1/β ആയിരിക്കണം നമ്മുടെ ഈ ഒരു ഫീഡ്ബാക്കിൻ്റെ ഗെയിൻ എന്ന് പറഞ്ഞത്. സോ അത് മെയിൻറ്റെയിൻ ചെയ്യുമ്പോൾ വി വിൽ ഗെറ്റ് എ കോൺസ്റ്റൻറ്റ് സിഗ്നൽ. ഇപ്പോൾ സപ്പോസ് ഇതിനകത്ത് ഒരു ബാലൻസിൽ വ്യത്യാസം വരുന്നുണ്ട് വിചാരിക്കുക, A β <1 ആണ് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ജനറേറ്റ് ചെയ്യുന്ന സൈൻ വേവ് ഇങ്ങനെ പതുക്കെ ഡാമ്പ് ചെയ്ത് പോകും. അതേ സമയത്ത് നേരെ തിരിച്ച് നമ്മുടെ ആംപ്ലിഫയർ ഗെയിനും ലൂപ്പ് ഗെയിൻ കൂടുതലാണെന്നുണ്ടെങ്കിൽ ഇതിങ്ങനെ ഇൻക്രീസ് ചെയ്ത് വരും. നമുക്ക് വേണ്ടത് ഒരേപോലത്തെ സിഗ്നലാണ്, അതായത് സസ്റ്റെയിൻഡ് ഓസിലേഷനാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ സസ്റ്റെയിൻഡ് ഓസിലേഷൻ കിട്ടണമെന്നുണ്ടെങ്കിൽ 2 കണ്ടീഷൻസാണ് നമ്മളിപ്പോൾ പറഞ്ഞിട്ടുള്ളത്. ഒന്ന് A β ഷുഡ് ബി ഈക്വൽ ടു 1, അതായത് ലൂപ്പ് ഗെയിൻ ഷുഡ് ബി ഈക്വൽ ടു യൂണിറ്റി. ആൻഡ് ദ സെക്കൻഡ് വൺ ഇസ് ദ ടോട്ടൽ ലൂപ്പ് ഫേസ് ഷിഫ്റ്റ് ഷുഡ് ബി ഈക്വൽ ടു 0. അതായത് നമ്മുടെ ഈ ആംപ്ലിഫയറിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആംപ്ലിഫയറിൻ്റെ ഇൻപുട്ടിൽ നമ്മൾ കൊടുക്കുന്ന ഒരു സൈൻ വേവിന് കറസ്പോണ്ടിങ് ആയിട്ട് ആംപ്ലിഫൈഡ് ആയിട്ടുള്ള വേവ് കിട്ടുന്നത് നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരിക്കും, അതായത് 180 ഡിഗ്രി ഫേസ് ഷിഫ്റ്റിലായിരിക്കും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ഫീഡ്ബാക്ക് നെറ്റ്വർക്ക് നമ്മൾ എങ്ങനെ ജനറേറ്റ് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഹാസ് ടു പ്രൊവൈഡ് അനദർ 180 ഡിഗ്രി ഫേസ് ഷിഫ്റ്റ്. സോ ഇവിടുത്തെ ഒരു 180 ഡിഗ്രി ഫേസ് ഷിഫ്റ്റും ഈ 180 ഡിഗ്രി ഫേസ് ഷിഫ്റ്റും കൂടെ ചേരുമ്പോൾ ടോട്ടലി ഈ ഒരു ലൂപ്പിനകത്ത് ഒന്നുകിൽ 0, അതായത് 360 ഡിഗ്രി ഈസ് ഈക്വൽ ടു 0, അല്ലെങ്കിൽ ഇറ്റ് ഷുഡ് ബി മൾട്ടിപ്പിൾസ് ഓഫ് 2π. 2π എന്ന് പറഞ്ഞാൽ 360 ആണ്. സോ മൾട്ടിപ്പിൾസ് ഓഫ് 2π വന്നിട്ടുണ്ടെങ്കിലും കുഴപ്പമില്ല. അപ്പോൾ ഇതാണ് 2 കണ്ടീഷൻസ്. അപ്പോൾ ഈ 2 കണ്ടീഷൻസ് ഉണ്ടെങ്കിലാണ് ഒരു സസ്റ്റൈൻഡ് സിനുസോയ്ഡൽ ഓസിലേഷൻ നമുക്ക് കിട്ടുള്ളൂ. സോ അതിന് ഉള്ള ക്രൈറ്റീരിയയാണ് ബാർക്കോസൺ ക്രൈറ്റീരിയ. അപ്പോൾ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട് ഒരുപാട് പ്രാവശ്യം. What are the conditions for getting sustained oscillation? These are the 2 conditions. Second one is state and explain Barkhausen criteria for sustained oscillation. അടുത്ത പ്രാവശ്യം ചോദിച്ചിരിക്കുന്നത് what is mean by sustained oscillation? What are the criteria for obtaining sustained oscillation? So ഇതിനൊക്കെ കോമൺ ആൻസർ ആണ് വരുന്നത്. ഓക്കെ, അടുത്തത് വെയിൻ ബ്രിഡ്ജ് ഓസിലേറ്റർ. ഏറ്റവും ആദ്യം നമ്മൾ പഠിക്കുന്ന ഒരു ഓസിലേറ്ററാണ് വെയിൻ ബ്രിഡ്ജ് ഓസിലേറ്റർ എന്ന് പറയുന്നത്. അപ്പോൾ ഈ വെയിൻ ബ്രിഡ്ജ് ഓസിലേറ്ററാണ് സ്ഥിരമായിട്ട് ചോദിക്കാറുള്ള ഒരു ക്വസ്റ്റ്യൻ. 4 ക്വസ്റ്റ്യൻസ് ഇവിടെ കാണുന്നുണ്ട്. ചിലത് ഷോർട്ട് ആൻസർ ക്വസ്റ്റ്യൻസ് ആണ്, ചിലത് essay ക്വസ്റ്റ്യൻസ് ആയിട്ട് ചോദിച്ചിട്ടുണ്ട്. essay ക്വസ്റ്റ്യൻസ് ആയിട്ട് ചോദിക്കുമ്പോൾ അതിൻ്റെ ഫ്രീക്വൻസി ഓഫ് ഓപ്പറേഷനും കൂടെ ഡിറൈവ് ചെയ്യാനൊക്കെ പറഞ്ഞിട്ടാണ് ചോദിക്കുക. ഓക്കെ, അത് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ കണ്ടാൽ മനസ്സിലാവുന്നുണ്ടാവും. സോ ദിസ് ഇസ് ദ സർക്യൂട്ട്. ഈ സർക്യൂട്ട് നിങ്ങൾ ഇതുപോലെ തന്നെ ഒന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് 2 ട്രാൻസിസ്റ്റർ കാണാൻ പറ്റും. ഇതൊരു 2 സ്റ്റേജ് ആംപ്ലിഫയർ ആണ്, 2 സ്റ്റേജ് RC കപ്പിൾഡ് ആംപ്ലിഫയർ ആണിത്. അപ്പോൾ ആദ്യത്തെ സ്റ്റേജിൽ നിന്ന് ഒരു C4 വഴി കപ്പിൾ ചെയ്തിട്ട് അടുത്ത സ്റ്റേജിലേക്ക് നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഈ സ്റ്റേജുകൾ നമുക്ക് പരിചയം ഉണ്ടായിരിക്കും. അപ്പോൾ ഇവിടെ സാധാരണയായിട്ട് നമ്മൾ ഒരു ട്രാൻസിസ്റ്റർ നോക്കുകയാണെങ്കിൽ ആ ട്രാൻസിസ്റ്ററിൻ്റെ കോൺഫിഗറേഷൻ, 1 സെക്കൻഡ്, സാധാരണ നമ്മൾ ആംപ്ലിഫയർ വരയ്ക്കുന്ന ഒരു രീതി നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ സാധാരണ എങ്ങനെയാണ് വരയ്ക്കുക? ഒരു R1, ഒരു R2, ഈ R1 R2ൻ്റെ ജംഗ്ഷനിൽ നിന്ന് നമ്മൾ ട്രാൻസിസ്റ്ററിനെ വരയ്ക്കുന്നു. ഇവിടെ ഒരു RE, അപ്പോൾ ഇത് R1, ഇത് R2, ഇത് RE ആയിരിക്കും. ഇനി ഇവിടെ ഒരു RC ഉണ്ടായിരിക്കും. ഇനി ഇത് രണ്ടും RC ഉണ്ടായിരിക്കും. ഇത് രണ്ടും കൂടെ ഷോർട്ടായിരിക്കും. ഇവിടെയാണ് നമ്മൾ +VCC കൊടുക്കുക. ഇവിടെയാണ് നമ്മൾ ഗ്രൗണ്ട് ചെയ്യുക. ഇതിന് അക്രോസ് വേണമെങ്കിൽ കപ്പാസിറ്റർ കൊടുക്കാറുണ്ട് നമ്മൾ, എമിറ്റർ കപ്പാസിറ്റൻസ്. പക്ഷെ അത് ഇല്ലയെന്നുണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല തൽക്കാലത്തേക്ക്. അപ്പം നമ്മൾ തൽക്കാലം അപ്പോൾ അത് പറയുന്നില്ല. ഇനി അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ നിന്നാണ് നമ്മൾ ഔട്ട്പുട്ട് കൊടുക്കുക. ആ ഔട്ട്പുട്ടിന് നമ്മളൊരു കപ്പാസിറ്റർ വഴി കണക്ട് ചെയ്തിട്ട് നമ്മൾ അടുത്ത ട്രാൻസിസ്റ്ററിലേക്ക് കൊടുക്കണതിനെയാണ് നമ്മൾ സെക്കൻഡ് സ്റ്റേജ് എന്ന് പറയുക. അവിടെയും ഇതേ പറഞ്ഞ പോലെ തന്നെ എന്തുണ്ടാവും? ഒരു R1ഉം ഒരു R2ഉം ഒരു RC ഉണ്ടാവും, ഒരു RE ഉണ്ടാവും.
ഇതും VCC ആയിട്ട് കണക്റ്റഡ് ആയിരിക്കും. അപ്പോൾ ഇതാണ് ഇവിടെ സത്യത്തിൽ സംഭവിക്കുന്നത്. ഇനി ഇവിടെയുള്ള ഈ ഒരു R2 ഉണ്ടല്ലോ, ഈ R2നെ ഇവിടെ നിന്ന് മാറ്റിയിട്ട് ഇവിടെ ഒരു ബാലൻസ്ഡ് ബ്രിഡ്ജ് വെക്കുകയാണ് ചെയ്യുന്നത്. അത് നിങ്ങൾക്ക് ഇപ്പോൾ ഡയഗ്രം കണ്ടാൽ മനസ്സിലാവും. അതായത് ഇവിടെ ഇതാണ് സംഭവിക്കുന്നത് കേട്ടോ. അതായത് ഇവിടെ ശരിക്കും ഒരു R2 ആണ് വന്നിരുന്നത്. ഓക്കെ, ആ R2ന് പകരം നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ മൊത്തം സാധനത്തിന് നമ്മളിത് ഇവിടെ ഇങ്ങനെ ഒരു ബ്രിഡ്ജ് വെച്ചിട്ട് ബാലൻസ് ചെയ്യണം. അപ്പോൾ ഈ ഡയഗ്രം വരയ്ക്കാനായിട്ട് നമ്മൾ പഠിക്കേണ്ട വേണ്ടി വരും, വേറെ നിവൃത്തിയൊന്നുമില്ല. അപ്പോൾ ആദ്യം ഞാൻ പറഞ്ഞ ആ സർക്യൂട്ട് വരച്ചിട്ട് ഇവിടെ എന്താ വരയ്ക്കേണ്ടത് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ബാലൻസ്ഡ് ബ്രിഡ്ജ്. അവിടെ ഒരു Rഉം Cയും കൂടെ സീരീസ് ആയിട്ടും വെച്ചിട്ടുണ്ട്, ഒരു Rഉം Cയും കൂടെ പാരലായിട്ടും വെച്ചിട്ടുണ്ട്. സീരീസ് ആയിട്ട് വെച്ചിട്ടുള്ളത് R1ഉം C1ഉം, പാരലായിട്ട് വെച്ചിട്ടുള്ളത് R2ഉം C2. പിന്നെ ആ ബ്രിഡ്ജിൻ്റെ മറ്റ് രണ്ട് ഹാൻഡ്സിൽ ഒന്ന് R3യും ഒന്ന് R4ഉം, R1 R2 C1 C2 R3 R4. അപ്പോൾ ഈ രീതിയിലാണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ഇനി നമ്മൾ ഒരു ബ്രിഡ്ജ് ബാലൻസ്ഡ് ആവുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ രണ്ട് ഹാൻഡിൻ്റെ റെസിസ്റ്റൻസിൻ്റെ റേഷ്യോയും ഈ രണ്ട് ഹാൻഡിലെ റെസിസ്റ്റൻസിൻ്റെ റേഷ്യോയും സെയിം ആവുമെന്നാ പറയുക. അപ്പോൾ റെസിസ്റ്റൻസ് നമുക്ക് കപ്പാസിറ്ററും കൂടെ ഉള്ളതുകൊണ്ട് റെസിസ്റ്റൻസ് എന്ന് പറയാൻ പറ്റില്ല, നമുക്ക് ടോട്ടൽ അതിൻ്റെ ഇമ്പിഡൻസിനെ പറയാൻ പറ്റുള്ളൂ. അപ്പോൾ ഇവിടെ ഇതിന് കറസ്പോണ്ടിങ് ആയിട്ട് സീരീസ് ആയിട്ടൊരു ബ്രാഞ്ച് ഉണ്ട്. അപ്പോൾ അതിൻ്റെ ടോട്ടൽ ഇമ്പിഡൻസിന് ZS എന്നും, ഇത് പാരലൽ ആയതുകൊണ്ട് ഇതിനെ ഞാൻ ZP എന്നും വിളിക്കുകയാണ്. ഇത് വെച്ചിട്ടാണ് നമ്മൾ ബാക്കി ഡിസൈൻ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇവിടെ വർക്കിംഗ് പറയുകയാണെങ്കിൽ വർക്കിംഗ് നടക്കുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ബാലൻസ്ഡ് ബ്രിഡ്ജാണ് ഒരു ഫീഡ്ബാക്ക് നെറ്റ്വർക്കായിട്ട് വർക്ക് ചെയ്യുന്നത്. സോ ഈ ആംപ്ലിഫയറിന് എന്തെങ്കിലും ഒരു സിഗ്നൽ വന്നിട്ടുണ്ടെങ്കിൽ ആ സിഗ്നലിനെ ഈ കപ്പാസിറ്റർ C3 വഴി കപ്പിൾ ചെയ്തിട്ട് നേരെ ഇങ്ങോട്ടെത്തും. സോ ബാലൻസ്ഡ് ബ്രിഡ്ജ് ആയതുകൊണ്ട് അതെന്ത് ചെയ്യും, അത് ഈ 180 ഡിഗ്രി ഫേസ് ഷിഫ്റ്റ് ചെയ്തിട്ടുള്ള ഒരു സിഗ്നലിനെ ഇവിടെ ഇത് 180 ഡിഗ്രി ഫേസ് ഷിഫ്റ്റ് ഇല്ല കേട്ടോ. വെയിൻ ബ്രിഡ്ജ് ഓസിലേറ്ററിന് 180 ഡിഗ്രി ഫേസ് ഷിഫ്റ്റ് വേണ്ട. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ഒരു 180 ഡിഗ്രിയും ഇവിടെ ഒരു 180 ഡിഗ്രിയും, അതുകൊണ്ടാണ് നമ്മൾ 2 സ്റ്റേജ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ടോട്ടലി ഇവിടെ തന്നെ ഫേസ് ഷിഫ്റ്റ് നമ്മൾ മീറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഫേസ് ഷിഫ്റ്റ് ഉണ്ടാവില്ല. ബാലൻസ്ഡ് ബ്രിഡ്ജ് ഒരു ടാങ്ക് സർക്യൂട്ടായിട്ട് വർക്ക് ചെയ്യുക. അപ്പോൾ അതെന്ത് സംഭവിക്കുന്നു വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് വിൽ provide a feedback gain also. സോ അതിന് കറസ്പോണ്ടിങ് ആയിട്ടൊരു സിഗ്നൽ ഇവിടെ പ്രൊഡ്യൂസ് ചെയ്യും. ആ സിഗ്നലിനെ വീണ്ടും ഇത് ആംപ്ലിഫൈ ചെയ്യുന്നു, അതിനെ വീണ്ടും ഫീഡ്ബാക്ക് ചെയ്യുന്നു. ഇങ്ങനെയാണ് ഇവിടുന്ന് നമ്മൾ ഫൈനൽ ഔട്ട്പുട്ട് ഓസിലേഷൻ എടുക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഡെറിവേഷൻ ചോദിക്കാറുണ്ട്. രണ്ട് ഡെറിവേഷൻസ് വരാറുണ്ട്. അതായത് അതിൻ്റെ ഗെയിനും ഫ്രീക്വൻസിയും ചോദിക്കാറുണ്ട്. അപ്പോൾ ചിലപ്പോൾ ഫ്രീക്വൻസി മാത്രമേ ചോദിക്കുള്ളൂ. അപ്പോൾ നമ്മൾ ആദ്യം ഫ്രീക്വൻസിയാണ് പറയുന്നത്. അപ്പോൾ ഞാൻ തൽക്കാലം ഇതിന് വേണ്ടിയിട്ട് എൻ്റെ കയ്യിലുള്ള നോട്ടിലെ മെറ്റീരിയലാണ് യൂസ് ചെയ്യുന്നത്. ഞാൻ ഫുള്ള് PPT ഉണ്ടാക്കിയിട്ടില്ല. അപ്പോൾ നോട്ട് നിങ്ങൾ ഓൾറെഡി കണ്ടിട്ടുണ്ടാവുമായിരിക്കും. അപ്പോൾ ആ നോട്ടിലെ മെറ്റീരിയലാണ് ഞാൻ ഇപ്പോൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിനകത്ത് അനാലിസിസ് നോക്കുന്നത് ഒരു ബാലൻസ്ഡ് ബ്രിഡ്ജ് ആണെങ്കിൽ ഞാൻ കണ്ടീഷൻ പറഞ്ഞു നേരത്തെ, ഒരു ഹാൻഡിൻ്റെയും ഇമ്പിഡൻസ് അല്ലെങ്കിൽ റെസിസ്റ്റൻസ് ഈക്വൽ ആയിരിക്കും, അതിൻ്റെ റേഷ്യോ ഈക്വൽ ആയിരിക്കുന്നില്ല. അപ്പോൾ R3/R4 വിൽ ബി ഈക്വൽ ടു ZS/ZP. ZS എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ സീരീസ് ബ്രാഞ്ചിൻ്റെ ടോട്ടൽ ഇമ്പിഡൻസും, ZP എന്ന് പറഞ്ഞാൽ പിന്നെ പാരലൽ ബ്രാഞ്ചിൻ്റെ ടോട്ടൽ ഇമ്പിഡൻസുമാണ്. ഇനി നമ്മളത് എങ്ങനെയാണ് കാണുക, സീരീസ് ആയിട്ടുള്ള റെസിസ്റ്റൻസ് എങ്ങനെയാണ് കാണുക, റെസിസ്റ്റൻസ് ഓഫ് ഫസ്റ്റ് വൺ ആൻഡ് റെസിസ്റ്റൻസ് ഓഫ് സെക്കൻഡ് ടു, ഇങ്ങനെയാണ് നമ്മൾ കാണുക. അപ്പോൾ ഇവിടെ ഇതിനകത്ത് നമ്മൾ നോക്കുന്ന സമയത്ത് ഇതിൻ്റെ റെസിസ്റ്റൻസ് പ്ലസ് ഇതിൻ്റെ റെസിസ്റ്റൻസ് ആഡ് ചെയ്തിട്ടാണ് നമ്മൾ ടോട്ടൽ റെസിസ്റ്റൻസ് കാണുക. ഇപ്പുറത്താണെങ്കിൽ പാരലൽ ആണെങ്കിൽ എങ്ങനെയാണ് കാണുക, ഫസ്റ്റ് വൺ ഇൻറ്റു സെക്കൻഡ് വൺ ഡിവൈഡഡ് ബൈ ഫസ്റ്റ് വൺ പ്ലസ് സെക്കൻഡ് വൺ. ഈ രീതിയിൽ നമ്മൾ റെസിസ്റ്റൻസ് ഒക്കെ കാണുമല്ലോ, പണ്ട് നമ്മൾ പഠിച്ചു വെച്ചിട്ടുള്ള സാധനമാണ്. ഇനി വാട്ട് ഇസ് റെസിസ്റ്റൻസ് ഓഫ് കപ്പാസിറ്റൻസ്, നമ്മൾ XC എന്ന് പറയാറുണ്ട്. അതിന് നമുക്ക് 1/jωC എന്ന് നമുക്ക് എഴുതാം. ഓക്കെ, അപ്പോൾ കപ്പാസിറ്ററിൻ്റെ ഇമ്പിഡൻസ് നമ്മൾ പറയുന്നത് 1/jωC വെച്ചിട്ടാണ്. അപ്പോൾ ഇത് പല രീതിയിൽ പല മെറ്റീരിയലിലൊക്കെ നിങ്ങൾ ഡെറിവേഷൻ കണ്ടിട്ടുണ്ടാവും. ഇത് ഏറ്റവും സിംപ്ലസ്റ്റ് ആയിട്ടുള്ള കാര്യമാണ്. ചിലപ്പോൾ നിങ്ങൾ ലാപ്ലേസ് ഒക്കെ എടുത്തിട്ടുള്ളതും കണ്ടിട്ടുണ്ടാവുക. ഇത് ലാപ്ലേസിൻ്റെ ഒന്നും ആവശ്യമില്ല, തൽക്കാലം ഡയറക്റ്റായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ഡെറിവേഷനാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, അത് നമ്മൾ എടുത്തു വെച്ചു. ഇനി ഇത് ഒരുപാടുണ്ടല്ലോ എന്ന് വിചാരിക്കേണ്ടത്, ഞാൻ ഓരോ സ്റ്റെപ്പ് ഇവിടെ എഴുതിയിട്ടുണ്ടെന്നുള്ളേ ഉള്ളൂ. അപ്പോൾ ZS കണ്ടുപിടിക്കുക, ZP കണ്ടുപിടിക്കുക. ZS ഉം ZP എങ്ങനെ കണ്ടുപിടിക്കുക, ZSൻ്റെ ഇക്വേഷൻ R1 + X1 ആണ്. X1 എന്ന് പറഞ്ഞാൽ 1/jωC1. അത് രണ്ടും കൂടെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് നമുക്ക് ഇങ്ങനെ ഒരു ഇക്വേഷൻ കിട്ടും. അടുത്ത ZP കാണാനാണ് R2 × X2 ഡിവൈഡഡ് ബൈ R2 + X2. ഓക്കെ, X2 എന്ന് പറഞ്ഞാൽ 1/jωC2 ആണ്. അതിനെയൊക്കെ റീഅറേഞ്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ യു വിൽ ഗെറ്റ് ആൻ ഇക്വേഷൻ ലൈക്ക് ദിസ്. ഇനി നമ്മൾ അത് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ZS/ZPനെ നമുക്ക് എങ്ങനെ എഴുതാം, ഇത് രണ്ടും കൂടെ റേഷ്യോ ഇട്ട് എഴുതുന്ന സമയത്ത് നമുക്ക് ഇങ്ങനെ കിട്ടും. നമ്മളതിനെ ഇങ്ങനെ വെറുതെ ഇടുന്നതിന് പകരം ബ്രാക്കറ്റൊക്കെ ഓപ്പൺ ചെയ്ത് ഒന്ന് നീറ്റാക്കി വെക്കുക. അതിനെ നമുക്ക് എന്താ ആവശ്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ റിയൽ പാർട്ടും ഇമാജിനറി പാർട്ടും വേറെ കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതിന് രണ്ടിലും J ഉണ്ട്, അപ്പോൾ അത് ഇമാജിനറി പാർട്ടാണ്. ഇതിൽ J ഇല്ല, അപ്പോൾ അത് പിന്നെ എന്താണ്
റിയൽ പാർട്ടാണ്. അപ്പോൾ അതിനൊക്കെ നമുക്ക് വേണമെങ്കിൽ റീഅറേഞ്ച് ചെയ്യാം കേട്ടോ. എന്നിട്ട് നമ്മൾ ഫസ്റ്റ് കണ്ടീഷനിൽ ഈ ഒരു കണ്ടീഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് R3/R4 = ഈ സാധനം എഴുതാൻ പോകണം. അപ്പോൾ ഇതിനെ നമ്മൾ വീണ്ടും ഒന്നുകൂടെ റീഅറേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്ത് സംഭവിക്കും? അപ്പോൾ ഇതിൻ്റെ ബാക്കിയാണ് കേട്ടോ ഇവിടെ. അപ്പോൾ R1/R2 + C2/C1 + J കോമൺ ആയിട്ട് പുറത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ ωR1C1 R2C2 -1/ω എന്നുള്ളതാവും നമ്മുടെ ഫൈനൽ ഇക്വേഷൻ വരെ. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ ഫൈനൽ ഇക്വേഷൻ. ഈ ഫൈനൽ ഇക്വേഷനിൽ നമുക്ക് ഒന്ന് ക്ലിയർ ആയിട്ട് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഒരു കാര്യം മനസ്സിലാവും. ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ റിയൽ പാർട്ട് മാത്രമേ ഉള്ളൂ, റൈറ്റ് ഹാൻഡ് സൈഡിൽ റിയൽ പാർട്ടും ഉണ്ട്, ഇമാജിനറി പാർട്ടും ഉണ്ട്. അതായത് നമുക്ക് ഇക്വേറ്റ് ചെയ്യുന്ന സമയത്ത് ഇവിടുത്തെ ഇമാജിനറി പാർട്ട് 0 ആയതുകൊണ്ട് ഈ റൈറ്റ് ഹാൻഡ് സൈഡിലെ ഇമാജിനറി പാർട്ടും 0 ആയിരിക്കും എന്ന് നമുക്ക് അസ്യൂം ചെയ്യാൻ പറ്റും. സോ ഇക്വേറ്റിംഗ് ദീസ് ടു വി ക്യാൻ സേ ദാറ്റ് R3/R4 = R1/R2 + C2/C1 എന്നുള്ളത് നമുക്ക് കിട്ടുന്നു. അതേപോലെ തന്നെ 0 = ഇത് ഇക്വേഷൻ കിട്ടുന്നു. ഇതിൽ നിന്നാണ് നമ്മൾ ഫ്രീക്വൻസി കണ്ടുപിടിക്കുന്നത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യുന്നു? നമുക്ക് എന്ത് കിട്ടും? ഇതിനെ ഇക്വേറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇങ്ങനെ കിട്ടും. ω² R1C1 R2C2 = 1 എന്ന് കിട്ടുന്നു. അതിൽ റീഅറേഞ്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ ω² = 1/R1C1 R2C2 എന്ന് കിട്ടുന്നു. അതിനകത്ത് ω = 1/R1C1 R2C2 √1/2 അതായത് റൂട്ട് എന്ന് കിട്ടുന്നു. പിന്നെ നമുക്കൊരു കാര്യം ഓൾറെഡി അറിയാം, ഒമേഗയുടെ ഇക്വേഷൻ എന്താണ്? 2πf ആണ്. ഒമേഗ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആംഗുലാർ ഫ്രീക്വൻസിയാണ്. നമ്മളതിനെ നോർമൽ ഫ്രീക്വൻസിയുടെ ടേംസിൽ എഴുതുന്നുണ്ടെങ്കിൽ ഇറ്റ് വിൽ ബി ഈക്വൽ ടു 2πf. അങ്ങനെയാണെങ്കിൽ 2πf = 1/√R1 R2 C1 C2 എന്ന് കിട്ടുന്നു. അതിനകത്ത് നമുക്ക് എഫ് എന്ത് കിട്ടി? എഫ് = 1/2π√R1 C1 R2 C2. ഇനി ഇതിനകത്ത് നമ്മൾ ഒരു കണ്ടീഷൻ കൊടുക്കുകയാണ്, R1 = R2 C2 = C1 എന്ന് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ R1ഉം R2ഉം ഈക്വൽ ആവും. അപ്പോൾ R² വരും. C1 C2 എന്ന് പറയുന്നത് ഈക്വൽ ആണെങ്കിൽ C² എന്ന് വരും. അപ്പോൾ നമുക്ക് ഫൈനൽ ഇക്വേഷൻ എന്ത് വരും? ഇങ്ങനെ വരും. F = 1/2πRC. സോ ദിസ് ഈസ് ദ ഡെറിവേഷൻ ഓഫ് ഇക്വേഷൻ. എളുപ്പമല്ലേ? വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റും. വളരെ കുഞ്ഞു കുഞ്ഞു സ്റ്റെപ്പുകൾ മാത്രമേ ഉള്ളൂ. പക്ഷേ നമുക്ക് 10 മാർക്ക് അങ്ങോട്ട് കിട്ടും. അതാണ് പ്രത്യേകത. ഇനി അടുത്തത് ഇതിൻ്റെ ഒരു ഗെയിനിൻ്റെ ഇക്വേഷൻ കാണാൻ വേണ്ടിയിട്ട് നമ്മളൊരു ഫീഡ്ബാക്ക് നെറ്റ്വർക്ക്, നമുക്ക് ഔട്ട്പുട്ടിൻ്റെ ഇക്വേഷനാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ അതിന് വേണ്ടി നമ്മളിത് ഈ ഒരു സർക്യൂട്ടിനകത്ത് നിന്ന് ഉള്ളൊരു കാര്യമാണ് നമ്മൾ എടുക്കുന്നത്, ഇതിൻ്റെ ഇൻപുട്ടും ഔട്ട്പുട്ടും തമ്മിലുള്ള റിലേഷൻഷിപ്പ്. അപ്പോൾ ഈ ഒരു പോയിൻറ്റിനെയാണ് നമ്മൾ VF എന്ന് പറയുന്നത് കേട്ടോ. ഈ പോയിൻ്റാണ് ഫീഡ്ബാക്ക് വോൾട്ടേജ് വരുന്ന പോയിൻ്റ്. അപ്പോൾ അതൊന്ന് ജസ്റ്റ് കാണിക്കാൻ വേണ്ടിയിട്ടാണ് VF VO എന്ന് പറയുന്നത് നമ്മളിവിടെ കാണിക്കുന്നു. എന്നിട്ട് നമ്മൾ ഇക്വേഷൻ എഴുതാൻ പോവാണ്. VFൻ്റെ ഇക്വേഷൻ എങ്ങനെ എഴുതാം? VF will be equal to V0. ഈ V0 എവിടെ നിന്നാണ് വന്നത്? ഇവിടുന്ന് ഫീഡ്ബാക്ക് ചെയ്ത് C2 വഴി ഇങ്ങോട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ V0 എന്ന് പറയുന്നത് നമുക്ക് VF എന്ന് പറയുന്നത് V0 × ZP /Z1 + ZP. ഇപ്പോൾ ഈ തൽക്കാലം ആ സീനെ നമ്മൾ തൽക്കാലം കൺസിഡർ ചെയ്യുന്നില്ല, ജസ്റ്റ് കപ്ലിംഗ് മാത്രമാണല്ലോ. അപ്പോൾ അതുകൊണ്ട് അതിനെ കൺസിഡർ ചെയ്യുന്നില്ല തൽക്കാലം, ബാക്കിയുള്ളത് മാത്രം നമ്മൾ നോക്കുകയാണെങ്കിൽ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്തറിയാം? ബീറ്റ എന്ന് പറഞ്ഞാൽ VF/V0 എന്നുള്ളത് നമുക്കറിയാം. അപ്പോൾ അതിനകത്ത് നിന്ന് നമുക്ക് എന്ത് ചെയ്തു? ബീറ്റയുടെ ഇക്വേഷൻ കിട്ടി. അപ്പോൾ ബീറ്റയുടെ ഇക്വേഷൻ നമുക്ക് ഓൾറെഡി റെഡിയാക്കി. ഇനി അപ്പോൾ ബീറ്റയുടെ ഇക്വേഷൻ കിട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്കൊരു കണ്ടീഷൻ അറിയാം, A β = 1 ആണ്. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ A = 1/β. ബീറ്റ നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യുക? 1/β എഴുതുക. അപ്പോൾ നമുക്ക് A കിട്ടും. സോ ഇങ്ങനെയാണ് ഏറ്റവും സിമ്പിളായിട്ട് നമ്മൾ ഈ പറഞ്ഞ കാര്യം എഴുതുന്നത്. ഇനി നമ്മൾ ഈ ഒരു കണ്ടീഷൻ R1 = R2 = Rഉം C1 = C2 = Cയും കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഇക്വേഷനകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ R3/R4 എന്ന് പറഞ്ഞ സാധനത്തിൻ്റെ വാല്യൂ R1/R2 + C1/C2 എന്ന് പറയും, അതായത് 2 എന്ന് വരും. അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ A will be equal to 3ഉം ബീറ്റ will be equal to 1/3. അപ്പോൾ ഇതാണ് ഒരു വെയിൻ ബ്രിഡ്ജ് ഓസിലേറ്ററിൻ്റെ ഗെയിൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്തത് ഹാർട്ട്ലി ഓസിലേറ്റർ. ഇത് 2 പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്. ഹാർട്ട്ലി ഓസിലേറ്റർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു LC ഓസിലേറ്ററാണ്. ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും. ഇവിടെ ഈ ബ്രിഡ്ജ് എന്ന് പറയുന്നത് ഒരു LC ബ്രിഡ്ജാണ്. ഇതൊരു ടാങ്ക് സർക്യൂട്ട് എന്നാണ് നമ്മളിതിനെ അറിയപ്പെടുക. അപ്പോൾ ഇതാണ് ഇവിടുത്തെ ഫീഡ്ബാക്ക്. ഇനി ഇവിടെ 2 സ്റ്റേജ് ഇല്ല, സിംഗിൾ സ്റ്റേജ് തന്നെ ഉള്ളൂ. ഇവിടെ ഇത് ചേർന്നിട്ട് ഒരു അനദർ 180 ഡിഗ്രി ഫേസ് ഷിഫ്റ്റ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ ഇവിടെ കളക്ടർ റെസിസ്റ്റൻസിന് പകരം ഇവിടെ ഒരു RF ചോക്കാണ് കൊടുക്കുന്നത്. ഇല്ലയെന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു RC എന്ന് പറയുന്ന ഒരു റെസിസ്റ്റൻസ് കൊടുത്താലും തെറ്റൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഇവിടെ ഈ ടാങ്ക് സർക്യൂട്ടിനകത്ത് ഏതെങ്കിലും ഒരു ടാങ്ക് സർക്യൂട്ട് വളരെ സെൻസിറ്റീവാണ്. അപ്പോൾ ഒരു ചെറിയ സിഗ്നൽ, എന്തെങ്കിലും ഒരു സിഗ്നൽ ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് ഒരു ഫീഡ്ബാക്ക് ഇത് പ്രൊഡ്യൂസ് ചെയ്യും. സോ അതിനെ ഈ ആംപ്ലിഫൈ ചെയ്യും. സോ ഇറ്റ് വിൽ
ഫൈനലി ഗിവ് എ ബാലൻസ്ഡ് സസ്റ്റൈൻഡ് ഓസിലേഷൻ. അപ്പോൾ അതാണ് അതിനകത്ത് പറയാനുള്ളൂ. വേറെ കാര്യമായിട്ട് ഡീറ്റെയിൽഡ് ആയിട്ടൊന്നും അതിൻ്റെ അനാലിസിസ് പോയിന്റിലേക്കൊന്നും പോകണ്ടെന്നുള്ള സിലബസ് തന്നെ പറഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്രീക്വൻസി കാണാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു എൻഡ് മാത്രം എടുക്കുകയാണ്. അപ്പോൾ ഇവിടെ VO ആണ്, ഇവിടെ VF ആണ്. അപ്പോൾ അതിന് ഞാനൊന്ന് റീഅറേഞ്ച് ചെയ്തിരിക്കണം. അപ്പോൾ ഇവിടുത്തെ VFനെ ഇവിടെ എഴുതി, ഈ VOനെ ഇവിടെ എഴുതി, അതിൻ്റെ അക്രോസ് ഒരു കപ്പാസിറ്റർ, ഈ 2 ഇൻഡക്റ്റേഴ്സും ഗ്രൗണ്ട് ചെയ്തിരിക്കുകയാണ്. ഇതിനെ നമ്മൾ ഒരു ടോട്ടൽ റെസിസ്റ്റൻസ് ആക്കി എഴുതാൻ വേണ്ടിയിട്ട് നമ്മൾ ഇത് രണ്ടും ഇങ്ങനെ കിടക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ടോട്ടൽ ഇൻഡക്റ്റൻസ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇൻഡക്റ്റേഴ്സ് ഇങ്ങനെ കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ 2 എൻഡിലും, അപ്പോൾ ഇതിനെ നടുക്കൊരു ഗ്രൗണ്ട് ഉണ്ടെങ്കിൽ ഇത് രണ്ടും കൂടെ കമ്പൈൻ ചെയ്യുമ്പോൾ നമുക്കൊരു ടോട്ടൽ ഇൻഡക്റ്റൻസ് LT എന്ന് പറഞ്ഞ് എങ്ങനെ കിട്ടും? L1 + L2 + 2M എന്നുള്ള രീതിയിലാണ് നമുക്ക് ടോട്ടൽ റെസിസ്റ്റൻസ് കിട്ടുക. ഇനി അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ ബാലൻസ്ഡ് ടാങ്ക് സർക്യൂട്ട് എന്ന് പറഞ്ഞിട്ട് ഈ ടാങ്ക് സർക്യൂട്ട് ബാലൻസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ 2 സൈഡിലും, അതായത് ഇവിടുത്തെ ഇൻഡക്റ്റൻസും ഇവിടുത്തെ ഇമ്പിഡൻസും ഈക്വൽ ആവണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്താണ് ചെയ്തിട്ടുള്ള ഇക്വേഷൻ എഴുതുന്നു, X = XL1 + XL2. അതിനാണ് നമ്മൾ XLT ടോട്ടൽ ഇൻഡക്റ്റൻസ് വെച്ചിട്ട് എഴുതുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് ഇമ്പിഡൻസിൻ്റെ ഇക്വേഷൻ? 1/jωc ആണെങ്കിൽ ഇപ്പുറത്ത് ഇൻഡക്ടർ ആകുമ്പോൾ അത് jωL ആണ് വരിക. അപ്പോൾ jωLT എഴുതി. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇതിനെ എങ്ങനെ എഴുതാം? ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ 1 = J² LT × C എന്ന് കിട്ടും. ഈ J² എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? -1 ആണ്. സോ 1 = -ω² C LT എന്ന് കിട്ടുന്നു. സോ ആ നെഗറ്റീവ് സിമ്പിൾ കാണിക്കുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ 180 ഡിഗ്രി ഫേസ് ഷിഫ്റ്റ് കൊടുക്കുന്നുണ്ട് എന്ന് കാണിക്കാൻ വേണ്ടി. അപ്പോൾ നമ്മൾ തൽക്കാലം എടുക്കേണ്ട ആവശ്യമില്ല, കാരണം ഫ്രീക്വൻസി നോക്കുമ്പോൾ നമുക്ക് ആ നെഗറ്റീവിൻ്റെ ആവശ്യമില്ല. അങ്ങനെയാണെങ്കിൽ ω² = 1/CLT എന്ന് നമുക്ക് എഴുതാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ ഒമേഗയ്ക്ക് 2πf കൊടുത്തിട്ടുണ്ടെങ്കിൽ വി ക്യാൻ റൈറ്റ് ദാറ്റ് F = 1/2π√LT × C. അതിൽ LT എന്ന് പറഞ്ഞാൽ നമുക്ക് എങ്ങനെ എഴുതാം? L1 + L2 + 2M എന്ന് എഴുതാം. അപ്പോൾ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ നമുക്ക് ഇത് വെച്ചിട്ട് ഇക്വേഷൻ എഴുതാൻ പറ്റും. ഇനി അപ്പോൾ അത് കഴിഞ്ഞു കേട്ടോ. ആ 2 ക്വസ്റ്റ്യൻ ഇതുവരെ ചോദിച്ചിട്ടുള്ളൂ. കാര്യമായിട്ട് വേറെ ക്വസ്റ്റ്യൻസ് ഒന്നും ചോദിച്ചിട്ടില്ല. ഇനി കഴിഞ്ഞ പ്രാവശ്യത്തെ ക്വസ്റ്റ്യൻ പേപ്പർ ഞാൻ ഒന്നിച്ച് ഇതെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിനകത്ത് ഏതെങ്കിലും ചോദിച്ചിട്ടുണ്ടോ എന്നുള്ളത് നമുക്ക് ഒന്നുകൂടെ നോക്കാം. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പറിലുള്ള ക്വസ്റ്റ്യൻസ് ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. ഓക്കെ, അപ്പോൾ ഇനി അടുത്തത് അസ്റ്റേബിൾ മൾട്ടിവൈബ്രേറ്ററും മോണോസ്റ്റേബിൾ മൾട്ടിവൈബ്രേറ്ററും യൂസിങ് ട്രാൻസിസ്റ്റേഴ്സ്. യൂസിങ് 555 നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. ഓക്കെ, അപ്പോൾ ഇനി യൂസിങ് ട്രാൻസിസ്റ്റർ ശരിക്കും ഈ നേരെ തിരിച്ചാണ് വരേണ്ടത്. നമ്മൾ ട്രാൻസിസ്റ്റർ വെച്ച് പറഞ്ഞതിന് ശേഷമാണ് നമ്മൾ 555ലേക്ക് പോകേണ്ടത്. പക്ഷേ നമ്മൾ പഠിക്കാനുള്ള ഒരു ഇതിൻ്റെ ഇമ്പോർട്ടൻസിൻ്റെയൊക്കെ ഓർഡറിലാണ് ഇപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ട്രാൻസിസ്റ്റർ വെച്ചിട്ട് എങ്ങനെ ഒരു അസ്റ്റേബിൾ മൾട്ടിവൈബ്രേറ്റർ ഉണ്ടാക്കാം? വാട്ട് ഈസ് എൻ അസ്റ്റേബിൾ മൾട്ടിവൈബ്രേറ്റർ? അസ്റ്റേബിൾ മൾട്ടിവൈബ്രേറ്റർ ഇസ് എ സ്ക്വയർ വേവ് ജനറേറ്റർ. വിത്തൗട്ട് ഗിവിംഗ് എനി ഇൻപുട്ട് വി വിൽ ഗെറ്റ് എ സ്ക്വയർ വേവ്. ഇറ്റ് ഇസ് ഓൾസോ നോൺ ആസ് ഫ്രീ റണ്ണിങ് ഓസിലേറ്റർ. അതായത് വെറുതെ പ്ലഗ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് സ്ക്വയർ വേവ് വന്നുകൊണ്ടിരിക്കും. അപ്പോൾ അതിനെയാണ് ഫ്രീ റണ്ണിങ് ഓസിലേറ്റർ എന്ന് പറയുക. അപ്പോൾ അതിൻ്റെ ഒരു അറേഞ്ച്മെൻറ്റ് ഇങ്ങനെയാണ്. അപ്പോൾ ഇതിപ്പോൾ ഞാൻ നെറ്റിൽ നിന്ന് എടുത്തിട്ടുള്ളൊരു ഫോട്ടോയാണ്, പിക്ചറാണ്. ഞാൻ വരച്ച പിക്ചറും കൂടെ എടുക്കുന്നുണ്ട്. ഇവിടെ ഒരു വ്യത്യാസം നിങ്ങൾക്ക് എന്താ കാണാൻ പറ്റുക വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടുന്ന് കൊടുക്കുന്ന കണക്ഷൻ ഈ പോയിൻറ്റ് എന്ന് പറഞ്ഞത് ഈ പോയിൻറ്റിന് തുല്യമാണ്. അപ്പോൾ ചില സർക്യൂട്ടുകളിൽ അത് ഇവിടെ ആയിരിക്കും റെസിസ്റ്റർ ഉണ്ടായിരിക്കും, കപ്പാസിറ്റർ കഴിഞ്ഞിട്ട്. അപ്പോൾ നിങ്ങൾ തെറ്റാണോ അത് ശരിയാണോ എന്ന് വിചാരിക്കേണ്ടത്. ഈ R3നെ പിടിച്ച് നേരെ ഇങ്ങോട്ട് നീക്കിക്കൊണ്ടെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ R3 ഇവിടെ ഇരിക്കും. അതുപോലെ ഈ R2നെ നേരെ ഇങ്ങോട്ട് നീക്കിക്കൊണ്ടെന്ന് കഴിഞ്ഞാൽ അതിവിടെ ഇരിക്കും. അപ്പോൾ കാണിക്കാൻ വേണ്ടിയിട്ട് ഇട്ടതാണ്. അപ്പോൾ എല്ലാം സെയിം തന്നെയാണ്. അപ്പോൾ ഇവിടെ ട്രാൻസിസ്റ്റർ ഇരിക്കുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞിട്ടാണ് ഇരിക്കുന്നത്. അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. തിരിഞ്ഞിരിക്കുന്നു. ഇതിൻ്റെ രണ്ടിൻ്റെയും കൂടെ എമിറ്റേഴ്സ് ഷോർട്ട് ചെയ്തിട്ടുണ്ട്. ചിലതിനകത്ത് ഇവിടെ ഒരു റെസിസ്റ്ററൊക്കെ കാണാം കേട്ടോ. അതൊന്നും അത്ര കാര്യമായിട്ട് നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല, കാരണം അതൊന്നും ഇപ്പം നിങ്ങൾക്ക് അനാലിറ്റിക്കലായിട്ട് പോകണ്ട എന്ന് പ്രത്യേകം സിലബസിൽ പറഞ്ഞിട്ടുള്ളതുകൊണ്ട് നമ്മളതിനെ നോക്കുന്നില്ല. അപ്പോൾ ഈ നമുക്ക് വേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഈ കപ്പാസിറ്റേഴ്സ് 2 വേണം, ഈ റെസിസ്റ്റേഴ്സ് 2 വേണം. ഈ R1ഉം ഈ R4 എന്ന് കാണിച്ചിട്ടുള്ള സാധനം ചിലപ്പോൾ RC1 RC2 എന്നൊക്കെയാവും എഴുതുണ്ടാവുക. ആ കപ്പാസിറ്റർ ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് അതിനെക്കുറിച്ച് ഔട്ട്പുട്ട് നമുക്ക് കാണാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതാണ് ബേസിക് ആയിട്ടുള്ള സർക്യൂട്ട്. ക്ലിയർ ആയല്ലോ? അപ്പോൾ ഞാൻ വരച്ച സർക്യൂട്ടിലേക്ക് കാണിക്കാം. അപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ കുറച്ചൊരു ഇതായിട്ട് തോന്നും. അപ്പോൾ സെയിം സർക്യൂട്ട് തന്നെയാണ്. ഇത് ഞാൻ എടുത്തു വെക്കാൻ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ എൻ്റെ എക്സ്പ്ലനേഷനിൽ പറഞ്ഞിരിക്കുന്ന മുഴുവൻ ഈ നൊട്ടേഷൻസാണ്. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ ഈ താഴത്തെ വേവ് ഫോം ഇപ്പോൾ നോക്കണ്ട, ഈ സർക്യൂട്ട് മാത്രം നോക്കുക. ഓക്കെ, സർക്യൂട്ട് മാത്രം നോക്കുന്ന സമയത്ത് ഇനി ഞാൻ മുമ്പേ പറഞ്ഞിട്ടുണ്ട് എന്താണ് ട്രാൻസിസ്റ്റർ ഓൺ ആവുക ഓഫ് ആവുക എന്നുള്ളതിൻ്റെ മീനിങ്. ട്രാൻസിസ്റ്റർ ഓൺ ആവുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ട്രാൻസിസ്റ്റർ ഷോർട്ട് ആവുക എന്നുള്ളതാണ് അർത്ഥം. ഓക്കെ, അതായത് ഇപ്പോൾ ഞാൻ ആ സർക്യൂട്ട് നേരെ ഇങ്ങോട്ട് വരയ്ക്കുകയാണ്. അപ്പോൾ ഇവിടെ ഒരു റെസിസ്റ്റർ ഉണ്ട്, പിന്നെ നമ്മുടെ ട്രാൻസിസ്റ്റർ ഇവിടെ ഉണ്ട്,
ദേ ഈ ട്രാൻസിസ്റ്റർ ഇവിടെ ഉണ്ട്. അടുത്ത ട്രാൻസിസ്റ്റർ ദേ ഇവിടെ കിടപ്പുണ്ട്. അതിൻ്റെ രണ്ടിൻ്റെയും കൂടെ ഇത് ഷോർട്ട് ചെയ്തിരിക്കുകയാണ്. ഇനി ഇവിടെ ഈ ഒരു അടുത്തൊരു RC2 ഉണ്ട്, ഇത് RC1 ഉണ്ട്. ഇതിവിടെ ടോട്ടൽ പ്ലസ് VCC കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേറെ എന്തൊക്കെയാണ്? ഇവിടെ ഒരു കപ്പാസിറ്റർ ഉണ്ട്. ഈ കപ്പാസിറ്റർ നേരെ വന്നിട്ട് നേരെ ഇങ്ങോട്ടാണ് പോയിട്ടുള്ളത് കേട്ടോ, ഇതിൻ്റെ ബേസിലേക്ക്. അതേപോലെ തന്നെ ഇതിൻ്റെ ബേസിലേക്ക് ഇവിടെ ആരുണ്ട്? അടുത്തൊരു കപ്പാസിറ്റർ ഉണ്ട്, അത് നേരെ ഇങ്ങോട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പം ഇവിടെ നിന്നാണ് ഫസ്റ്റ് ഔട്ട്പുട്ട് 1, ഇവിടെ നിന്നാണ് സെക്കൻഡ് ഔട്ട്പുട്ട് 2 എന്ന് പറഞ്ഞ് കാണിച്ചിട്ടുള്ളത്. ഓക്കെ, ഞാനത് വേറെ കളർ കൊണ്ട് കാണിച്ചു തരാം. ഓക്കെ, ഔട്ട്പുട്ട് 1ഉം ഔട്ട്പുട്ട് 2ഉം. ഓക്കെ, ഈ പോയിന്റിലാണ് ഔട്ട്പുട്ട് 1 എന്ന് പറയുന്നത്, ഈ പോയിന്റിലാണ് ഔട്ട്പുട്ട് 2 എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമ്മൾ വേറൊരാളെ വരയ്ക്കാൻ മറന്നുപോയി. ഇവിടെ 2 റെസിസ്റ്റേഴ്സ് ഉണ്ട്. ഓക്കെ, റെസിസ്റ്റേഴ്സ് R1 R2 എന്നിപ്പോൾ ഞാൻ തൽക്കാലം കൊടുക്കുകയാണ്. R1 R2, ഇവിടെ R1, ഇത് C1, ഇത് C2. ഓക്കെ, അപ്പോൾ ഇനി നമ്മൾ ഇതിൻ്റെ വർക്കിംഗ് പറയാൻ പോവാണ്. ഇതിനെ നമ്മൾ Q1 എന്ന് വിളിക്കുന്നു, ഇതിനെ Q2 എന്ന് വിളിക്കുന്നു. ഫസ്റ്റ് ട്രാൻസിസ്റ്റർ, സെക്കൻഡ് ട്രാൻസിസ്റ്റർ. ഇവിടെ ഒരു ഗ്രൗണ്ട് ഉണ്ട്. ഓക്കെ, ആദ്യത്തെ കണ്ടീഷനിൽ ട്രാൻസിസ്റ്റർ Q1 ഓൺ ആണെന്ന് വിചാരിക്കുക. ട്രാൻസിസ്റ്റർ Q1 ഓൺ ആണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ട്രാൻസിസ്റ്റർ ഓൺ ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം ഇത് ഷോർട്ടാണെന്നുള്ളതാണ്. മനസ്സിലായോ? അത് ഷോർട്ടാണെന്നുണ്ടെങ്കിൽ ഇവിടുത്തെ ഔട്ട്പുട്ട് എന്തായിരിക്കും? ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ഒരു ലോ വോൾട്ടേജ് ആയിരിക്കും. ഗ്രൗണ്ടിലേക്ക് കണക്റ്റഡ് ആണല്ലോ, ഒരു ചെറിയ വോൾട്ടേജ് അവിടെ ഉണ്ടായിരിക്കും. പെർഫെക്റ്റ്ലി ഗ്രൗണ്ട് എന്ന് പറയാൻ പറ്റില്ല, ഒരു ചെറിയ വോൾട്ടേജ്. കാരണം ഇത് ഓൺ ആകുമ്പോൾ ഇതിന് അക്രോസ് ഒരു സാച്ചുറേറ്റഡ് VCE വോൾട്ടേജ് എന്ന് പറഞ്ഞൊരു വോൾട്ടേജ് ഉണ്ടായിരിക്കും, അറൗണ്ട് ഒരു 0.2 വോൾട്ട്. ആ വോൾട്ട് അവിടെ ഔട്ട്പുട്ടിലുണ്ടാവും. 0 ആവില്ല സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇതിന് അക്രോസുള്ള ചെറിയ വോൾട്ടേജ്. പക്ഷേ അത് വളരെ തീരെ കുറഞ്ഞതാണ്. അതായത് ഏകദേശം ഷോർട്ടായ പോലെ തന്നെയാണ് നിങ്ങൾ മനസ്സിൽ വിചാരിക്കുന്നത്, ഷോർട്ടല്ല കേട്ടോ. സോ വെൻ Q1 is on, output 1 will be very low. ഔട്ട്പുട്ട് 1 ലോ ആവുന്ന സമയത്ത് അപ്രോക്സിമേറ്റ്ലി ഇറ്റ് ഈസ് കണക്റ്റഡ് ടു ഗ്രൗണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കുന്നു വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ കപ്പാസിറ്ററിന് ഇതിൻ്റെ ഒരു എൻഡിലൊരു പ്ലസ് VCC കിടപ്പുണ്ട്. ആ വോൾട്ടേജിലേക്ക് ചാർജ് ചെയ്യാനുള്ളൊരു ടെൻഡൻസി ഉണ്ടാവും. സോ കപ്പാസിറ്റർ വിൽ ഗെറ്റ് ചാർജ് ത്രൂ R1ൻ്റെ എൻഡിൽ VCC ഉണ്ട്. സോ കപ്പാസിറ്റർ എന്ത് ചെയ്യും? ചാർജ് ചെയ്യും. ഈ കപ്പാസിറ്ററിൻ്റെ ഈ പോയിന്റ് നമ്മൾ അടുത്ത ട്രാൻസിസ്റ്ററിൻ്റെ ബേസിലേക്ക് കണക്ട് ചെയ്തിരിക്കുകയാണ്. സോ കപ്പാസിറ്റർ ചാർജ് ചെയ്ത് അത്യാവശ്യം പോസിറ്റീവ് വോൾട്ടേജ് എത്തിക്കഴിയുമ്പോൾ അത് നേരെ ഈ ബേസിലേക്കല്ലേ പോകുന്നത്, അത് നേരെ വന്നിട്ട് ഈ Q2നെ അങ്ങോട്ട് ഓണാക്കും. മനസ്സിലായോ? ഈ Q2 ഓൺ ആക്കുന്ന ആ സമയത്ത് ഒരുപാട് കാര്യങ്ങൾ പാരലലി നടക്കുന്നുണ്ട്. Q2 ഓൺ ആകുമ്പോൾ ഓട്ടോമാറ്റിക്കലി രണ്ടും കൂടെ ഒരുമിച്ച് ഓൺ ആവില്ല. Q2 ഓൺ ആകുമ്പോൾ നേരെ Q1 ഓഫ് ആവും. Q2 അതെങ്ങനെയാണെന്ന് പറഞ്ഞുതരാം. Q2 പെട്ടെന്ന് അങ്ങോട്ട് ഓൺ ആവുന്ന സമയത്ത് Q2 ഓഫായിരുന്നെങ്കിൽ എന്ത് സംഭവിക്കുമെന്ന് നമുക്ക് ആദ്യം ഒന്ന് പറയാം. Q2 ഓഫാണെങ്കിൽ ഇതുവഴി കണ്ടക്ഷൻ ഇല്ല. അങ്ങനെയാണെങ്കിൽ VCC മൈനസ് ICRC, ഇതിന് അക്രോസ് കൂടെയുള്ള ചെറിയൊരു കറണ്ട് കണക്കാക്കുകയാണെങ്കിൽ ICRC കുറച്ചിട്ടുണ്ടെങ്കിൽ ഉള്ള ബാക്കി ഫുള്ള് വോൾട്ടേജ് ഔട്ട്പുട്ട് 2ൽ നിൽക്കുന്നത്. ഔട്ട്പുട്ട് 2 എന്ന് പറയുന്നത് ഹൈ വോൾട്ടേജ് ആയിരുന്നു. പെട്ടെന്ന് ഈ ട്രാൻസിസ്റ്റർ അങ്ങോട്ട് ഓൺ ആവുമ്പോൾ ആ ഔട്ട്പുട്ട് പെട്ടെന്ന് അങ്ങ് ഷോർട്ട് ആവും അല്ലേ? കാരണം എന്താ? ട്രാൻസിസ്റ്റർ ഓൺ ആവുമ്പോൾ ഔട്ട്പുട്ട് പെട്ടെന്ന് അങ്ങ് ലോ ആവും. ഔട്ട്പുട്ട് പെട്ടെന്ന് ലോ ആവുന്ന സമയത്ത് എന്ത് സംഭവിക്കുക വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ കപ്പാസിറ്ററിന് അക്രോസ്, ഈ കപ്പാസിറ്റർ ഉണ്ടല്ലോ, ഈ കപ്പാസിറ്ററിന് അക്രോസ് ആണ് ആ ഒരു സഡൻ ചേഞ്ച് ഉണ്ടാവുക. ആ സഡൻ ചേഞ്ച് അപ്പം തന്നെ ഈ ബേസിലേക്ക് എത്തും. മനസ്സിലായോ? അപ്പം തന്നെ ഈ ബേസിലെ വോൾട്ടേജ് അങ്ങ് കുറയുമ്പോൾ ഈ ട്രാൻസിസ്റ്റർ അങ്ങ് ഓണാവും. അപ്പോൾ ഒരേ സമയത്ത് ഇത് സംഭവിക്കും കേട്ടോ. ഇനി ഇത് ഓണായി കഴിയുമ്പോൾ എന്ത് സംഭവിക്കുക വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ കപ്പാസിറ്ററിന് മുകളിലുള്ള C2 കപ്പാസിറ്ററിന് ചാർജ് ചെയ്യാനുള്ള ടെൻഡൻസി ഉണ്ടാവും. അതെന്ത് ചെയ്യും? R2 വഴി ചാർജ് ചെയ്യാൻ നോക്കും. അത് ചാർജ് ചെയ്ത് ഒരു പരുവ് എത്തുമ്പോൾ എന്ത് സംഭവിക്കും? ആ വോൾട്ടേജ് കാരണം ഈ Q1 ഓൺ ആവും. അപ്പോൾ ഇത്രയുമാണ് വർക്കിംഗ് ഉള്ളത്. അപ്പോൾ ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് ഭയങ്കര മെസ്സി ആയിട്ട് തോന്നും. വർക്കിംഗ് പറയുമ്പോൾ അത്ര വലിയ ബുദ്ധിമുട്ടായിട്ടൊന്നും തോന്നില്ല. അപ്പോൾ അതേ ഞാൻ ഒന്നുകൂടെ ഇവിടെ എഴുതിയിട്ടുണ്ട്. ഇനീഷ്യലി Q1 is on. അപ്പോൾ ഇവിടെ ഔട്ട്പുട്ട് 1 ഔട്ട്പുട്ട് 2 എന്നൊക്കെ പറഞ്ഞ ഗ്രാഫ് കാണിച്ചിട്ടുണ്ട്, നിങ്ങളൊന്ന് നോക്കിക്കോട്ടോ. അപ്പോൾ ഇനീഷ്യലി Q1 is on, Q2 is off. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ Q1 ഓൺ ആണെന്നുണ്ടെങ്കിൽ ഔട്ട്പുട്ട് 1 എന്ന് പറയുന്നത് ലോവും ഔട്ട്പുട്ട് 2 എന്ന് പറയുന്നത് ഹൈയും ആയിരിക്കും. കാരണം Q2 ഓഫാണ്. ഇനി എന്താ സംഭവിക്കുന്നത്? സിൻസ് Q1 is on, C1 will charge through R2. അതാണ് ഈ C1ന് അക്രോസുള്ള വോൾട്ടേജ് തന്നെയാണ് VB2 എന്ന് പറഞ്ഞ പോയിന്റിൽ കിടക്കുന്നത്. അതുകൊണ്ട് VB2 എന്ന് കാണിക്കുന്നത് VC1 ആണ്, അതായത് കപ്പാസിറ്റർ അക്രോസുള്ള വോൾട്ടേജ് ആണ്. അതേപോലെ തന്നെ VB1 എന്ന് കാണിക്കുന്നത് C2ന് അക്രോസുള്ള വോൾട്ടേജ് ആണ്. അപ്പോൾ ആക്ച്വലി C2 മാത്രമല്ല, C2 പ്ലസ് Q2ൻ്റെ വോൾട്ടേജ് ആണ് VB പറയുന്നത്. അതേ സമയത്ത് VB2 എന്ന് പറയുന്നത് കപ്പാസിറ്റർ അക്രോസ് ഉള്ളതും ഈ ഓൺ ആയിട്ടുള്ള ട്രാൻസിസ്റ്റർ അക്രോസ് ഉള്ളത് രണ്ടും കൂടെ സമ്മാണ്. തൽക്കാലം ഒന്നും നോക്കണ്ട, വിട്ടേക്കും. അപ്പോൾ ആദ്യം പറയുന്ന കാര്യം ഇത്രയാണ്, ഓണും ഓഫ് ആവുന്ന കണ്ടീഷൻ പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ കപ്പാസിറ്റർ വിൽ ചാർജ്. കപ്പാസിറ്റർ ചാർജ് ചെയ്യുന്നതാണ് ഇവിടെ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും. കപ്പാസിറ്റർ ചാർജ് ചെയ്ത് വരുന്നതാണ് ഈ കാണിച്ചിട്ടുള്ളത്. ഓക്കെ, ഇങ്ങനെ പോകുന്നത് കാണിച്ചിട്ടുള്ളത് കപ്പാസിറ്റർ ചാർജ് ചെയ്യുന്നതാണ്.
പറയാൻ വേണ്ടി കാണിച്ചു എന്നേ ഉള്ളൂ. കപ്പാസിറ്റർ ചാർജ് ചെയ്യുന്നു. അങ്ങനെ കപ്പാസിറ്റർ ചാർജ് ചെയ്തിട്ട് VB2 ഹൈ ആവുന്ന സമയത്ത്, ഇവിടെ ഞാൻ ആരമാർക്ക് കാണിച്ചു, VB2 ഹൈ ആവുമ്പോൾ Q2 ഓൺ ആവും. Q2 ഓൺ ആകുമ്പോൾ എന്ത് സംഭവിക്കും? ഔട്ട്പുട്ട് 2 ലോ ആവും. ഔട്ട്പുട്ട് 2 ലോ ആയിക്കഴിഞ്ഞെങ്കിൽ എന്ത് ചെയ്യും? C2 വോൾട്ടേജ് ഇൻവേർട്ട് ചെയ്തു, അതായത് പെട്ടെന്ന് നെഗറ്റീവ് ആവും. പെട്ടെന്ന് നെഗറ്റീവ് ആകുമ്പോൾ എന്ത് സംഭവിക്കും? Q1 ഓഫ് ആവും. Q1 ഓഫ് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഔട്ട്പുട്ട് ഹൈ ആവും. ഇനി കപ്പാസിറ്റർ C1 എന്ത് ചെയ്യും? അത് സമയത്ത് C2 ചാർജ് ചെയ്ത് വരും. C2 ചാർജ് ചെയ്ത് ഇതേ പരിപാടി തന്നെ ഓട്ടോമാറ്റിക്കലി നടക്കും. അപ്പോൾ അതിൻ്റെ ഒരു സമ്മറിയാണ് ഞാൻ എഴുതിയിട്ടുള്ളത്. C1 ചാർജ് ചെയ്യുന്നത് RC1ലൂടെ, ഡിസ്ചാർജ് ചെയ്തത് RC1ലൂടെ ഡിസ്ചാർജ് ചെയ്യും. Q2 ഓൺ ആവുന്ന സമയത്ത് RC1ലൂടെ ഈ C2 ഇങ്ങനെ ഡിസ്ചാർജ് ചെയ്ത് താഴ്ത്തേക്ക് വരും. ഓക്കെ, അപ്പോൾ രണ്ട് ഡയറക്ഷനിലേക്കും, അതായത് ഈ ഡയറക്ഷനിൽ കപ്പാസിറ്റർ ഈ ഡയറക്ഷനിൽ ചാർജ് ചെയ്യുന്നുണ്ടെങ്കിൽ ഈ ഡയറക്ഷനിൽ അത് ഡിസ്ചാർജ് ചെയ്ത് പോകുന്നുള്ളതാണ് കാണിച്ചിട്ടുള്ളത്. അവിടെ ഡിസ്ചാർജ് എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ ആ കാര്യങ്ങൾ മാത്രം മതി. അപ്പോൾ VB1 എന്ന് പറയുന്നത് മോർ ദാൻ 0.7 എത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അഗെയിൻ Q1 ഓൺ ആവും. Q1 ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഔട്ട്പുട്ട് ലോ ആവും. അപ്പോൾ ഇതിങ്ങനെ കണ്ടിന്യൂസ്ലി സംഭവിച്ചുകൊണ്ടിരിക്കും. സോ ഇതാണ് അസ്റ്റേബിൾ മൾട്ടിവൈബ്രേറ്ററിൻ്റെ വർക്കിംഗ് എന്ന് പറയുന്നത്. ഇനി അതിൻ്റെ ടൈം പീരീഡ് നോക്കുകയാണെങ്കിൽ T1 വിൽ ബി ഈക്വൽ ടു ഓൺ ടൈം എന്ന് പറയുന്നത് 0.693 R2C1 ഇവിടെ R1 R2 ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയിട്ടാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് R2C1 R1C2 ആണ് കേട്ടോ. അത് നിങ്ങൾ കൊടുക്കുന്ന നൊട്ടേഷൻ അനുസരിച്ചിട്ടാണ് ഈ പറഞ്ഞ R1ഉം R2ഉം ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറുന്നത്. അപ്പോൾ ഞാൻ ഈ കൊടുത്ത സർക്യൂട്ട് വെച്ചിട്ടാണ് ഞാൻ ഇവിടെ എഴുതിയിട്ടുള്ളത് 0.693 R2C1 എന്നുള്ളത്. ഇത് സെയിം വേണമെങ്കിൽ നിങ്ങൾക്ക് സെയിം കൊടുക്കാം. R1 ഈക്വൾ ടു R2 ഈക്വൾ ടു Rഉം C1 ഈക്വൾ ടു C2 കൊടുക്കുകയാണെങ്കിൽ ഇക്വേഷൻ എന്ത് വരും? ഇക്വേഷൻ 0.69 RC എന്ന് വരും. T1ഉം T2 എന്ന് പറയുന്നത് 0.69 RC എന്ന് വരും. അങ്ങനെയാണെങ്കിൽ ടോട്ടൽ പീരിയഡ് T1 പ്ലസ് T2 ആണ് ടോട്ടൽ പീരിയഡ്. ഇറ്റ് വിൽ ബി 1.386 ഇൻറ്റു RC എന്ന് വരും. സോ അതിൻ്റെ ഡ്യൂട്ടി സൈക്കിൾ എന്ന് പറയുന്നത് എത്ര നേരം ഓൺ ടൈം ഡിവൈഡ് ബൈ ടോട്ടൽ ടൈം എത്രയാണ്? ഓൺ ടൈം എന്ന് പറഞ്ഞാൽ T1 ആണ്, ഓഫ് ടൈം എന്ന് പറഞ്ഞാൽ T2 ആണ്. അപ്പോൾ ടോട്ടൽ ടൈം എന്ന് പറഞ്ഞാൽ T1 പ്ലസ് T2. ഡ്യൂട്ടി സൈക്കിൾ കാണുന്നത് ഇങ്ങനെയാണ്. അപ്പോൾ ചിലപ്പോൾ ക്വസ്റ്റനൊക്കെ അങ്ങനെ വരാറുണ്ട്, ഡ്യൂട്ടി സൈക്കിൾ 1/2 ഉള്ളത്. 1/2 എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? T1 ഉം T2 ഈക്വൽ ആകുമ്പോഴാണ് 1/2 വരിക. ഓക്കെ, അപ്പോൾ ആ രീതിയിലാണ് നമ്മൾ ഡ്യൂട്ടി സൈക്കിൾ വെച്ച് പറയുന്നത്. ഇനി ഇതേ ഒരു ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. R1 R2 C1 C2 ഒക്കെ തന്നിട്ടുണ്ട്. ഇനി അതിനകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ പ്രത്യേകിച്ച് വേറെ ഒന്നും തന്നിട്ടില്ല. അതുകൊണ്ട് R1 R2 C1 C2 ഒക്കെ നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റി കൊടുക്കാം. അപ്പോൾ നിങ്ങൾ ഏത് സർക്യൂട്ടാണോ വരയ്ക്കുന്നത് ആ വരയ്ക്കുന്നതിലത്തെ R1ഉം R2ഉം വെച്ചിട്ട് നിങ്ങൾ എഴുതുക, അല്ലെങ്കിൽ തെറ്റിപ്പോകും. അപ്പോൾ നിങ്ങളൊരു ഡയഗ്രാം വരയ്ക്കുക, അതിനകത്ത് നിങ്ങൾ ഏതാണോ R1 R2 കൊടുത്തുള്ളത്. അപ്പോൾ സർക്യൂട്ട് പ്രത്യേകിച്ച് തന്നിട്ടില്ലല്ലോ, അപ്പോൾ അതിൻ്റെ R1 R2 കറസ്പോണ്ടിങ് ആയിട്ട് നിങ്ങൾ വരച്ചിട്ട് എന്ത് ചെയ്യുക? അതിൻ്റെ T1ഉം T2ഉം എഴുതുക. എന്നിട്ട് അത് വെച്ചിട്ട് അപ്പോൾ ടോട്ടൽ T കിട്ടും നമുക്ക്. T1 പ്ലസ് T2 ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ടോട്ടൽ ടൈം പീരിയഡ് T കിട്ടും. അതിൻ്റെ ഇൻവേഴ്സ് ആണ് ഫ്രീക്വൻസി ഓഫ് ഓസിലേഷൻ എന്ന് പറഞ്ഞാൽ 1/T ആണ് F എന്ന് പറയുന്നത്. അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് Fഉം കണ്ടുപിടിക്കാം. ഇനി അടുത്തത് അസ്റ്റേബിൾ കഴിഞ്ഞു. ഇനി മോണോസ്റ്റേബിളാണ്. മോണോസ്റ്റേബിളിൻ്റെ വേറൊരു പേര് പറയുന്നതാണ് വൺ ഷോട്ട്. ഓക്കെ, ഒറ്റ ഷോട്ട് കൊടുക്കുന്നുണ്ട്. ആ ഒരു ഷോട്ട് കൊടുക്കുന്നത് നമ്മൾ ഒരു ട്രാൻസിസ്റ്ററിൻ്റെ ബേസിലേക്കാണ് കൊടുക്കുന്നത്. അപ്പോൾ ഇത് ഈ പറഞ്ഞ പോലെ നെറ്റിൽ നിന്ന് കിട്ടിയിട്ടുള്ള ഒരു മെറ്റീരിയലാണ്. ഞാൻ എൻ്റെ ഡയഗ്രാം ജസ്റ്റ് ഇവിടെ കൊടുക്കുകയാണ്. ഇതിനകത്ത് ഇവിടെ ഒരു -VBB ഒക്കെ കാണാൻ നിങ്ങൾ കണ്ട് പേടിക്കൊന്നും വേണ്ട. അത് ആ ട്രിഗർ കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ബാലൻസ് ചെയ്യാൻ വേണ്ടി കൊടുത്തിരിക്കുന്ന ഒരു സാധനം മാത്രമാണ്. അപ്പോൾ ഇവിടെ എന്താ ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ഒരു കപ്പാസിറ്റർ ഉള്ളൂ. ഓക്കെ, ആ ഒരു കപ്പാസിറ്റർ അതിന് വേണ്ടിയിട്ടുള്ള ഒരു റെസിസ്റ്റർ മാത്രം. റൈറ്റ് സൈഡിൽ നേരത്തെ കൊടുത്ത പോലെ ഒരു കപ്പാസിറ്ററിലെ റെസിസ്റ്ററിലെ പകരം നമ്മൾ അവിടെ ജസ്റ്റ് ഒരു റെസിസ്റ്റർ R1 മാത്രം കൊടുത്തിരിക്കണം. അപ്പോൾ ഇവിടെ എന്താ സംഭവിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ഇനീഷ്യലി Q1 ഓഫ് ആയിട്ടാണ് ഞാനിപ്പോൾ തൽക്കാലം കൺസിഡർ ചെയ്യുന്നത്. കാരണം നമ്മൾ ട്രിഗർ കൊടുക്കുന്നത് ഓൺ ആക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ആദ്യം ഓഫാണ്. ഓഫ് ആകുമ്പോൾ Q1 ഓഫ് ആകുമ്പോൾ ഔട്ട്പുട്ടിൽ ഹൈ വോൾട്ടേജ് നിൽക്കുമായിരുന്നു. പെട്ടെന്ന് ഞാനൊരു പോസിറ്റീവ് വോൾട്ടേജ് ആ Q1ൻ്റെ ബേസിലേക്ക് കൊടുക്കുകയാണ്. അപ്പോൾ എന്ത് സംഭവിക്കും? അവിടെ പെട്ടെന്നൊരു സ്പൈക്ക് വന്നു. ഇതവിടെ ട്രിഗർ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് കാണാം. ഓക്കെ, ഈ പെട്ടെന്നൊരു ട്രിഗർ കൊടുക്കുന്ന സമയത്ത് ഇവിടെ പെട്ടെന്നൊരു ഹൈ വോൾട്ടേജ് വന്നു. ഹൈ വോൾട്ടേജ് വന്നിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യും? Q1 ഓൺ ആവും. Q1 ഓൺ ആയ പെട്ടെന്ന് തന്നെ ഔട്ട്പുട്ട് എന്താവും? ഔട്ട്പുട്ട് ലോ ആവും. ഔട്ട്പുട്ട് ലോ ആയിട്ട് അങ്ങനെ നിൽക്കുകയാണ്. ഇനി ട്രിഗർ എന്ന് പറഞ്ഞാൽ ഇത്തിരി നേരത്തേക്കുള്ളൂ കേട്ടോ, ഒന്ന് കൊടുത്ത് തിരിച്ച് ഓഫായി. അപ്പോൾ ആ ഇവിടെ ഓൺ ആവുന്ന ആ ഒരു സമയം ഉണ്ടല്ലോ, അപ്പോൾ ഇത് ഓണായി. ആ ഓണായ സമയം കൊണ്ട് എന്ത് ചെയ്തു? ഈ കപ്പാസിറ്റർ ചാർജ് ചെയ്യാൻ തുടങ്ങി.
മനസ്സിലായോ? ഇവിടെ കപ്പാസിറ്റർ ചാർജ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ടാവും. RCയിലൂടെ കപ്പാസിറ്റർ ചാർജ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ടാവും. കപ്പാസിറ്റർ ചാർജ് ചെയ്തിട്ട് ഒരു പർട്ടിക്കുലർ വോൾട്ടേജ് എത്തിക്കഴിയുമ്പോൾ VB2 കൂടും. VB2 കൂടുമ്പോൾ ഓട്ടോമാറ്റിക്കലി Q1 ഓൺ ആവും. Q1 ഓൺ ആകുമ്പോൾ എന്ത് സംഭവിക്കും? Q2 ഓൺ ആവും. Q2 ഓൺ ആകുമ്പോൾ എന്ത് സംഭവിക്കും? ഇവിടെ അതിന് കറസ്പോണ്ടിങ് ആയിട്ടൊരു ഹൈ വോൾട്ടേജ് വരും. അപ്പോൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ടൊരു നെഗറ്റീവ് ഇമ്പാക്റ്റാണ് ഇവിടെ വരിക. അപ്പോൾ Q1 ഓഫ് ആവും. അപ്പോൾ ഈ ഓൺ ടൈം എത്ര നേരം ഇരിക്കുന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ല. അത് കപ്പാസിറ്റർ ചാർജ് ചെയ്ത് വരുന്നതിനനുസരിച്ചിരിക്കും. അതിനെയാണ് നമ്മൾ ക്വാസി സ്റ്റേബിൾ സ്റ്റേറ്റ് എന്ന് പറയാം. നമ്മൾ അസ്റ്റേബിൾ മൾട്ടി വൈബ്രേറ്ററിനകത്ത് ഇത് രണ്ടും ക്വാസി സ്റ്റേബിളായിരുന്നു. ഓക്കെ, നമുക്ക് രണ്ടും കപ്പാസിറ്ററിൻ്റെ വാല്യൂ അനുസരിച്ചിട്ടാണ് എത്ര നേരം നിൽക്കും എന്ന് നമ്മൾ പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് കപ്പാസിറ്റർ വെച്ച് ഡിസൈൻ ചെയ്യുന്ന ആ ഒരു സ്റ്റേറ്റിനെയാണ് നമ്മൾ ക്വാസി സ്റ്റേബിൾ സ്റ്റേറ്റ് എന്ന് പറയുന്നത്. അത് സ്റ്റേബിൾ ആണോ വെച്ചാൽ അല്ല, കപ്പാസിറ്ററിന് അനുസരിച്ചിട്ടാണ് അത് സ്റ്റേബിൾ ആണോ. അപ്പോൾ അതൊരു പെർഫെക്റ്റ്ലി സ്റ്റേബിൾ സ്റ്റേറ്റ് അല്ല. പക്ഷേ നമ്മളതിനെ പറയുന്നത് അൺസ്റ്റേബിൾ എന്നുള്ളതല്ല, ക്വാസി സ്റ്റേബിൾ എന്നുള്ളതാണ്. കാരണം ഇറ്റ്സ് നോട്ട് അൺസ്റ്റേബിൾ, കപ്പാസിറ്ററിൻ്റെ വാല്യൂ അനുസരിച്ചിട്ട് അത് സ്റ്റേബിളായിട്ട് നിൽക്കും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ക്വാസി സ്റ്റേബിൾ സ്റ്റേറ്റ് എന്നുള്ളതാണ് അതിന് പറയുന്നത്. അപ്പോൾ ഇവിടുത്തെ കേസിൽ കപ്പാസിറ്ററിൻ്റെ വാല്യൂ അനുസരിച്ചിട്ടാണ് അതിൻ്റെ ക്വാസി സ്റ്റേബിൾ സ്റ്റേറ്റ് വരുന്നത്. കപ്പാസിറ്റർ മാറ്റി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ക്വാസി സ്റ്റേബിൾ സ്റ്റേറ്റ് കൂടാനും കുറയാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ എന്ത് സംഭവിക്കും? നേരെ വീണ്ടും ട്രാൻസിസ്റ്റർ Q1 ഓഫ് ആവും. ഇനി അതങ്ങനെ ഓഫായി തുടരും. എത്ര വരെ? അടുത്ത ട്രിഗർ കൊടുക്കുന്നത് വരെ അതങ്ങനെ ഓഫായി തുടരും. അപ്പോൾ അതുകൊണ്ടാണ് ഇവിടെ ഈ ഒരു സർക്യൂട്ടിനകത്ത് ഇങ്ങനെ കൊടുക്കുന്നത്. ഇതിങ്ങനെ സ്റ്റേബിളായിട്ടിരിക്കുന്നു, ട്രിഗർ വരുന്നു, അപ്പോൾ ട്രാൻസിസ്റ്റർ ഓൺ ആവുന്നു, വീണ്ടും അതിങ്ങനെ ഓഫായി തുടരുന്നു. ഇനി എപ്പോൾ ട്രിഗർ വരുന്നോ അപ്പം മാത്രമാണ് അത് വീണ്ടും ഒരു കണ്ടക്റ്റിംഗ് സ്റ്റേജിലേക്ക് പോകുന്നത്. അപ്പോൾ അതാണ് മോണോസ്റ്റേബിൾ മൾട്ടി വൈബ്രേറ്ററിൻ്റെ വർക്കിങ്ങിനെ പറ്റി പറയാനുള്ളത്. അപ്പോൾ അതും ചോദിച്ചിട്ടുണ്ട് ഒരു പ്രാവശ്യം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. 4th മോഡ്യൂൾ എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് പഠിച്ചെടുക്കാനും പറ്റുന്ന ഒരു ടോപ്പിക്കാണ്. ഓക്കെ.